ഇതെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റ് ആയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ 3-4 ടൊമാറ്റോ എടുത്ത് അരച്ച് ചേർത്ത് അതിന് ശേഷം ആവശ്യത്തിന് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി പറ്റിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇച്ചിരി ജീരകത്തിൻ്റെ ഒരു സ്പൂൺ ജീരകപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഉണ്ടല്ലോ, തൈരൊക്കെ ഒഴിച്ച് വെച്ചേക്കുന്ന ആ സോയ കുറച്ചെടുത്ത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാനിട്ടപ്പോഴത്തേക്ക് അതൊന്നും അങ്ങോട്ട് വീഴുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ കുറേശ്ശെയായിട്ട് പിന്നെ എടുത്ത് അങ്ങോട്ട് പിന്നെ ഇടുമായിരുന്നു. അങ്ങനെ ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി ഒരു 5 മിനിറ്റ് തൊട്ടൊരു 6 മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുത്ത് പറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഒന്നാന്തര സോയ ചാപ്സായി രുചിയോടെ കഴിക്കുക.